ഹായ്, ഇന്നത്തെ കേക്ക് ഒരു സ്ട്രോബെറി കേക്കാണേ. അപ്പോൾ ഫില്ലിങ്സ് ഉള്ളിൽ നമ്മൾ ടേസ്റ്റ് ക്രാഫ്റ്റ് എന്ന കമ്പനിയുടെ ഫില്ലിങ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഒരു ഫില്ലിങ്സാണേ. സ്ട്രോബെറിയൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അത് കാണാൻ തന്നെ നമുക്ക് പറ്റും. നല്ല ഒരു ഫില്ലിങ്ങാണ്. കസ്റ്റമർ ഹാപ്പി ആവും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. നമ്മളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മൾ വീട്ടിലോട്ടുള്ള കേക്കിലാണ് നമ്മൾ ആദ്യം പരീക്ഷിച്ച് വെക്കാറ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ കസ്റ്റമറിന് അത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഫീലിംഗാണ്. അപ്പോൾ ഇങ്ങനെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേക്ക് ഇങ്ങനെ വീട്ടിലോട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ വേഫർ ഷീറ്റിൻ്റെ കേക്കാണ് വേണ്ടത്. നമുക്കതിന് വേഫർ ഷീറ്റില്ലാത്തതിന് പകരം നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കാണാൻ നിങ്ങൾക്ക് ഇതിലോട്ട് വെക്കാൻ വേണ്ടി അവളുടെ ബർത്ത്ഡേ കാരണം അവളിവിടെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവളുടെ ഫേവറേറ്റ് സ്ട്രോബെറിയാണ്. അങ്ങനെ സ്ട്രോബെറീൻ്റെ ഫില്ലിങ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ പിൻട്രസ്റ്റ് നിന്ന് തപ്പിയെടുത്തൊരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാൻഡിൽസൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഭാഗമായി അവളിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്യാൻഡിൽസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഇതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഷുഗറിൻ്റെ പൗഡറാണ് കേട്ടോ നമ്മളിട്ട് കൊടുത്തത്. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.